ഇന്ന് ഞാനും വൈഫും എൻ്റെ എസ്മോളും കൂടെ ഗ്ലോബൽ വില്ലേജിലേക്ക് ഒരു യാത്ര പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നു വിചാരിച്ച്. അറൗണ്ട് ഒരു 5:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അവിടെ എത്തിയ ഉടനെ ഞങ്ങൾ ആദ്യം കണ്ടത് നാഷണലിൻ്റെ ഭാഗമായിട്ട് കുറേ അറബ്സ് കുറച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കണ്ടിരുന്ന് ആസ്വദിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഫിയസ്റ്റ സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ നോക്കുമ്പോഴാണെങ്കിൽ കുറേ ഷോപ്പുകൾ എന്ത് ഫുഡ് കഴിക്കുന്ന കൺഫ്യൂഷനിലായി പോയി ഞങ്ങൾ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കല്ലുമ്മക്കായി അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര പ്രൈസ്, അപ്പോൾ വേണ്ടാന്ന് വെച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായി ട്രൈ ചെയ്യേണ്ടതാണ് തായ് ഫ്രൂട്ട്സ്. തായ് ഫ്രൂട്ട്സ് നമ്മൾ പച്ചമാങ്ങ വാങ്ങിച്ചു. എൻ്റെ പൊന്നു അടിപൊളി, രക്ഷയില്ലായിരുന്നു പച്ചമാങ്ങ. പിന്നെ നമ്മൾ അക്സയ്ക്ക് വേണ്ടി സ്പൈറൽ പൊട്ടേറ്റോ വാങ്ങി. എസ്മോളാണെങ്കിൽ അത് നോക്കിയിട്ട് വെള്ളമിറക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റായ മിനിമൽസ് ട്രൈ ആക്കി. ഒരു രക്ഷയിലായിരുന്നു, അടിപൊളിയായിരുന്നു. ടർക്കിഷ് ഐസ്ക്രീം എങ്ങനെ സെർവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ. അവർ കുറേ ഫണ്ണായിട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് തരും, പക്ഷെ നമുക്ക് കിട്ടൂല. അങ്ങനെ ചെയ്തത്. എസ്മോൾ പഠിച്ച പണി 18 നോക്കി, എന്നിട്ടും കിട്ടിയില്ല. ലാസ്റ്റ് ഒരു രക്ഷയില്ലാണ്ട് അവർ എസ്മോൾക്ക് ഐസ്ക്രീം കൊടുക്കേണ്ടി വന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഐസ്ക്രീം. നല്ല തേൻ വാങ്ങണമെങ്കിൽ നിങ്ങൾ യമൻ പവലിയനിൽ പോകണം. ഞാൻ അവിടുന്ന് കുറേ സാമ്പിളും ടേസ്റ്റ് ചെയ്തിട്ട് ഒന്നും വാങ്ങാണ്ട് തിരിച്ചിറങ്ങി. ഇറാഖിൻ്റെ പവലിയനിൽ ചെന്നപ്പോഴാണ് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. പക്ഷേ ഒരു പാട്ട് കേട്ടപ്പോൾ സമാധാനമായി. നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി ഇനി എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ഫയർ വർക്ക്സ് നടന്നത്. അങ്ങനെ അത് കുറച്ച് നേരം കണ്ടിരുന്ന് ആസ്വദിച്ചു. ഇത് കഴിഞ്ഞ് വീണ്ടും വിശന്നപ്പോൾ ഞങ്ങൾ ഷാറും പോലത്തെ എന്തോന്ന് ഓർഡർ ചെയ്തു. പക്ഷേ 5ൻ്റെ പൈസക്കില്ലായിരുന്നു, വെറുതെ പൈസ കൊണ്ടേ കളഞ്ഞു. ഇതാ ഇവിടുന്ന് ഓർഡർ ചെയ്തത്. പിന്നെ അവിടുന്ന് ഒന്നും ആലോചിക്കാണ്ട് ഞങ്ങളെ സ്വന്തം ഫേവറേറ്റായ ബോസിൻ ഹൗസ് പോയിട്ട് ബോസിൻ കബാബ് ട്രൈ ചെയ്തു. ആഹാ, അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി കാറിലേക്ക് പോയി. അപ്പോൾ ബൈ ബൈ.